വെറുതെ ഉച്ചയ്ക്ക് ഉറങ്ങി കിടന്ന എന്നെ കുത്തിപ്പൊക്കി. വാ നമുക്ക് അഴീക്കൽ ബീച്ച് ഫെസ്റ്റ് കാണാം എന്നും പറഞ്ഞ് ചാടിത്തുള്ളി കാവടി പോകുന്ന പോക്കാണ് ഈ കാണുന്നത്. അവിടെ ചെന്നപ്പോഴല്ലേ മനസ്സിലായത് നാട്ടുകാർ മൊത്തം അവിടെ ഉണ്ട്. അല്ല, അവരെയും കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് തോന്നിയ സെയിം ഐഡിയ തന്നെ അവർക്കും തോന്നിക്കാണും. ഐസ്ക്രീം മുതൽ പാനിപ്പൂരി വരെ പല പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അതൊക്കെ ചാടിക്കിടന്ന് പിള്ളേർ സെറ്റ് പോയത് കടലിലിറങ്ങാനാണ്. കൂടെ എൻ്റെ അമ്മയും വാ നമുക്ക് കടലിലിറങ്ങാം എന്ന് പറഞ്ഞെങ്കിലും അമ്മ മുന്നേ പൊക്കോ, ഞാൻ പുറകിനുണ്ട് എന്ന് പറഞ്ഞ് ഞാനവിടെ തന്നെ നിന്നു. അമ്മ കൺവിൻസ്ഡ്. അവസാനം ഞങ്ങൾ രണ്ടുപേരും പോകാതെ അവിടെ തന്നെ നിന്നു. ഈ സാധനം പിള്ളേർ കുത്തി കളിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ശരിക്കും ഇത് കച്ചവടത്തിനുള്ളതാണ്. സുനാമിയോ? എൻ്റെ ലോട്ട്. പിന്നെ എൻ്റെ അമ്മയുടെ സ്ഥിരം പ്രഹസനങ്ങൾ. അപ്പോൾ അതിനിടയിലേക്ക് വന്നിട്ട് ആരുടെ ഇവിടെ എന്നെ കൂട്ടാതെ ഫോട്ടോ എടുക്കുന്നത്? അപ്പോഴാണ് ഇത് വേറെടുത്ത് നീയൊക്കെ അവിടെ ഫോട്ടോ എടുത്തുന്നോ? ഞാനിവിടെ ലക്ഷങ്ങളുടെ ബിസിനസ്സാണ്. മാമനെ കൺവിൻസ് ചെയ്ത് അവൻ വാങ്ങിച്ച സായിപ്പും പൊടിയെന്ന് കൈയിട്ട് വരുന്ന ഞാൻ. ഒരു മനസ്സുഖം. അതിനിടയ്ക്ക് വരുന്നവരെയും പോകുന്നവരെയൊക്കെ മുറുകി കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഈ ഒട്ടകത്തിൻ്റെ അവസ്ഥയെപ്പറ്റി ഞങ്ങൾ തകർത്ത ചർച്ചയായിരുന്നു. ഫിഷ് സ്പാ ആണത്ര ഫിഷ് സ്പാ. ഈ അവസരത്തിൽ എന്നെ കൺവിൻസ് ചെയ്ത് ഇതിലേക്ക് തള്ളി കയറ്റിയിരുത്തിയ എൻ്റെ ചേട്ടനെ ഞാൻ സ്മരിക്കുന്നു. അയ്യോ, അതൊന്ന് തീരാൻ ഞാൻ പെട്ട പാട്. ഇതുങ്ങളാണെങ്കിൽ വിടുന്നുമില്ല. ഇതെന്താ ദൈവമേ, ചോക്ലേറ്റ് ബാറോ? പിന്നെന്താ ഉത്സവപ്പറമ്പുകളിലെ സ്ഥിരം കലാപരിപാടി. ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റെങ്കിലും എറിഞ്ഞിട്ട് തരുമോ എന്നും പറഞ്ഞ് നിൽക്കുന്ന ഇവന്മാരും, എടാ മോനെ വീട്ടിലേക്ക് ഒരു കലം മതി എന്ന് പറഞ്ഞിരിക്കുന്ന അമ്മയും. ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ കയ്യിൽ പ്ലാസ്റ്റിക് ഒന്നും അല്ല കേട്ടോ, പാമ്പാണ്. അവൻ്റെ തോളത്ത് വേറെന്തോ ഒരു സാധനം. പിന്നെ ഈ ലൈറ്റിന് താഴെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ നടന്നു പോകുന്നത് റൈഡൊക്കെ കാണാനാണേ. വട്ടത്തിൽ പോകുന്നത്, നീളത്തിൽ പോകുന്നത്, വെള്ളത്തിൽ കൂടെ തലയും കുത്തിപ്പോകുന്നത്, അങ്ങനെ പലതരം ഐറ്റംസ് ഉണ്ടായിരുന്നു. മാമൻ്റെ പോക്കറ്റിന് തൽക്കാല ആശ്വാസത്തിന് വേണ്ടി ഞങ്ങളുടെ കൂടെയുള്ളത് ഈ കുരുപ്പിനെ ഒറ്റയ്ക്ക് കയറ്റിയിരുത്തി വട്ടം കറക്കുകയാണ് എൻ്റെ മാമൻ. പിന്നെ ജലപീരങ്കികളും യുദ്ധക്കപ്പലുകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ നീളത്തിൽ പോകുന്ന സാധനത്തെ വലിഞ്ഞു കയറിയാലോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അടുത്ത സെക്കൻഡിൽ തന്നെ അതിൻ്റെ രൂപം മാറിയത്. എന്നാൽ പിന്നെ വേണ്ടല്ലേ, വിട്ടേക്കാം. എവിടെ പോയാലും നമുക്കെന്താ മുഖ്യം? ഫുഡ് തന്നെ. എന്നെ കഴിക്കണം ആ സാധനത്തിൻ്റെ പേരറിയാവുന്നവർ കമൻറ്റിലിടണേ. പിന്നെ അവിടെ നിന്ന് പാലത്തിൻ്റെ ഭംഗിയും വെള്ളത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് എന്നെ കഴിക്കുന്ന ഈ സാധനം ഫിനിഷ് ചെയ്തിട്ട് എല്ലാവരും പിടിച്ചു നിർത്തി ഫോട്ടോ എടുക്കാമെന്ന് വ്യാജേന ഒരു വീഡിയോ എടുത്ത് ഞാൻ പോണ്. എന്തിനാ വെറുതെ ഓവർ എക്സ്പ്രഷൻ ഇട്ട് ചളവാക്കുന്നത്? അപ്പം ശരി, ബൈ.